बार जो ऐसे मुस्कुराया हूँ, तुम्हें देखा तो जाना ये कि क्यों दुनिया में आया हूँ। जो ऐसे मुस्कुराया हूँ, तुम्हें देखा तो जाना ये कि क्यों दुनिया में आया हूँ। ये जान ले करके जा मेरी, तुम्हें जीने में आया हूँ। मैं तुमसे इश्क करने की इजाजत रब से लाया हूँ। ज़मीं से आसमां तक हम ढूंढ आए जहां सारा, बना पाया नहीं अब तक खुदा तुमसे कोई प्यारा। ज़मीं से आसमां तक हम ढूंढ आए जहां सारा, बना पाया। എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെങ്കിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചു. അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഈ പ്രഭാതത്തില് തിരുസന്നിധിയിൽ തലകളെ മടക്കി വിവാഹത്തിനായി പുറപ്പെടുന്ന ഇവനെ സ്നേഹത്തോടെ യാത്ര അയക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് എവിനെയും വിവാഹം ചെയ്യുന്നതായിട്ടുള്ള ജൂലിയെയും സമർപ്പിക്കുന്നു. ഈ ഭവനത്തിൽ അവിടുത്തെ തിരുസന്നിധിയിൽ തലകളെ ഉണക്കിയിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആ കുടുംബം നസ്രത്തിലെ തിരുക്കുടുംബം പോലെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും മാതൃകയായി തീരുവാൻ അവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഇത്രത്തോളം നയിച്ചതിനെയും നടത്തിയതിനെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ, വിരുന്ന് സൽക്കാരം, യാത്രകളെല്ലാം അവിടുത്തെ തൃക്കരകളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കണമേ. എല്ലാ തിന്മയുടെ ശക്തികളെയും അവിടുത്തെ അധികാരമുള്ള നാമത്തിൽ അങ്ങ് ബഹിഷ്കരിക്കണമേ. എല്ലാ നന്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മഞ്ചാടി മേഘമേ, സഞ്ചാരി മേഘമേ, കല്യാണമാലകൾ കുന്നോളം വാങ്ങിവാ. കുഞ്ഞോളം തുള്ളുമീ വെള്ളാമ്പൽ പൊയ്കയിൽ ചില്ലോല കാറ്റുമായി കണ്ണാടി മഞ്ചലിൽ
ആനാടുമീ കൺകോണിലെ കിന്നാര പൂങ്കുഴന്ന തായോ. ഏതേതോ രാച്ചരാതിൻ്റെ ഓ വെണ്ണാളം കൂട്ടുപോരുമ്പോൾ പാൽക്കിനാവിലോയലാടി വാരിളം നിറങ്ങളാടി എത്രയോ ചുരങ്ങൾ താണ്ടി എത്രയോ കയങ്ങൾ നീന്തി അത്രമേലടുത്തു വന്ന ചേർന്നലിഞ്ഞ മന്ത്രജാലമേ. മേന്മേലെ മോഹവിണ്ണിൻ്റെ ഓ കൈ ചേരും നീലമേലാപ്പിൽ മഞ്ഞുപോൽ ചിരിച്ച പാവത്താണിറങ്ങി വന്നൊളിച്ച കുഞ്ഞുമുന്തിരിക്കളങ്ങൾ എത്രയോ തിരഞ്ഞു നമ്മൾ അത്രമേലറിഞ്ഞു നമ്മൾ ഇന്നിണങ്ങി കൂട്ടിരുന്നു. यही डूबे दिल मेरे यही होते हैं सवेरे यही मरना और जीना यही मंदिर और मदीना. यही डूबे दिन मेरे यही होते हैं सवेरे यही मरना और जीना यही मंदिर और मदीना. तेरी गलियां गलियां तेरी गलियां मुझको भावे गलियां तेरी गलियां तेरी गलियां गलियां तेरी गलियां यूं ही तड़पावे गलियां तेरी गलियां. अश्कों में रोता है सरगोशी सी है ख्यालों में तू ना हो फिर भी तू होता है सिला तू मेरे दर्द का
तेरी गलियां, तेरी गलियां, गलियां तेरी गलियां, यूं ही तड़पावे गलियां तेरी गलियां। रिश्ता तेरा मेरा बेचेहरा फिर भी कितना गहरा। കൊച്ചേരിയിൽ ജോസഫ് മേഴ്സി മകൻ എബിൻ കുര്യനും വെട്ടുകല്ലേൽ ജോസഫ് ലിസി യുവതൂരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കിടന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിവിടെ ആയിരിക്കുക ഓർമ്മപ്പെടുത്തുകയാണ്. വീഡിയോക്കാരും ഫോട്ടോഗ്രാഫേഴ്സും വേണ്ടത്ര അച്ചടക്കം പാലിക്കണം. അതോടൊപ്പം തന്നെ പള്ളിയുടെ പരിസരത്തിൽ ആരും വർത്താനം പറയരുത്. പങ്കെടുക്കുവാൻ താല്പര്യമില്ലാത്തവരെ പള്ളിയുടെ പുറത്തേക്ക്. എല്ലാവർക്കും പ്രത്യേകിച്ച് എബിനും ജോലിക്കും പ്രത്യേകമായ സ്വാഗതം. Yes,
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സുദൃഢനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായിരിക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായി സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്നെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രികളെല്ലാം ആന്തരികമാകുന്നു, അവരുടെ വേദനയെ ഒന്നുമതിയാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായി കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുതിർവെള്ളിയാകും. നിന്റെ മക്കൾ നേശിക്കും സൈത്തുടകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിലെ ഓരോ ദിവസവും കർത്താവ് സഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായി സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. മുടിയോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ സകലത്തിലെയും നാഥായിരിക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവ
എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവ് തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായി പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിലും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരനെ, വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 3 മുതൽ 7 വരെയുള്ള വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ തങ്ങളുടെ ആഗ്രഹപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാക്കി മോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപിൽ പ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പരിശുദ്ധ സുവിശേഷം 3-ാം ദിവസം ഗലീലയിലേക്കായൊരു വിവാഹം നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീട്ടിൽ പോയപ്പോ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ന് എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവർ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരനെ എടുത്തുകൊണ്ട് ചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിയില്ല. എന്നാൽ വെള്ളം കൂടിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും വേണ്ടതും വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾ
എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോയുടെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ബലിയിലേക്കായി ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ 4 മാസം മുമ്പ് നമ്മൾ അതിരൂപതയിലെ ഏറ്റവും നല്ല സൺഡേ സ്കൂളായിട്ട് പകിട്ടും ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ പിന്നീട് ഓർത്തിരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതുമായ നിമിഷങ്ങളാണ് വിവാഹത്തിന്റെ നിമിഷങ്ങൾ. കാരണം അത് 2 കുടുംബങ്ങളുടെ ബന്ധങ്ങളാണ്, 2 വ്യക്തികളുടെ പ്രത്യേകിച്ച് ഒത്തുചേരലാണ്, എല്ലാം കൂടിയാണ്. ഞാനിവിടെ ഇന്നലെ തന്നെ 2 പേരുടെ കൈപിടിച്ച് പ്രവർത്തിക്കേണ്ടതായിരുന്നു. ഞാൻ വിചാരിച്ചത് നന്നായിട്ട് ഒരുങ്ങിയിട്ടാണ്. ഇതിന്റെ ഒരു വലിയ പ്രത്യേകത, എബി 2 മക്കളില് ആൽമോളെയും എബിയെയും നന്നായിട്ട് എനിക്കറിയാവുന്ന കുടുംബങ്ങൾ ഇവരാണ്. അതെന്നെ അറിയത്തില്ല, എന്റെ കുടുംബം അറിയത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരെ അറിയാവുന്നത് കൊണ്ട് ഇവരെ എവിടെ അയൽക്കാർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അവരെ കുറിച്ച് അഭിമാനിക്കുന്ന സ്കൂളിൽ അധ്യാപികയായിരുന്നു. പകർന്നു കിട്ടിയ വിശ്വാസവും ആത്മീയതയും തങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ക്ലാസുകൾ കൊടുക്കാൻ പ്രൊഫസർ സാർ നിർബന്ധമായിട്ട് അവരെ പ്രേരിപ്പിക്കുമായിരുന്നു. ഒത്തിരി സന്തോഷത്തോടെ ഇവിടെ പല ദിവസങ്ങളിലും ഇവിടെ ഒരു ദിവസത്തെ അവധിക്ക് ഇവിടെ വരുമ്പോഴും എബി അത് നിൽക്കുമായിരുന്നു. ഇവിടെ മൂല്യബോധമുള്ള ചെറുപ്പക്കാരൊക്കെ ജോലിക്ക് ലഭിക്കുക മുഴുവൂര്, അതും ജോസഫിന്റെ ലെസ്ലിയുടെ മോള്. നിങ്ങൾക്ക് സഹോദരങ്ങൾ ആരെങ്കിലും സഹോദരങ്ങൾ തുടരുണ്ട്. എനിക്ക് ഈ അവസരത്തിൽ ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും ഇവിടെ മുതിർന്നവരെല്ലാം ഞാനിവിടെ ഉള്ളപ്പോൾ പല പ്രാവശ്യം പറഞ്ഞ ഒന്ന് ഈ ദിവസത്തിന്റെ മനോഹാരിത. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പുത്തൻ അച്ഛൻ ഫാദർ ജിൻസ് നെല്ലിക്കാട്ടില് അച്ഛനായിട്ട് 3ാമത്തെ കുർബാനയാണ്. വെള്ളിയാഴ്ച ഡേറ്റുകൾ പട്ടം കഴിഞ്ഞിട്ട് 3 വലിയ അനുബന്ധത്തിലാണ് വന്നിരിക്കുന്നത്. ആ സാധാരണ മലക്കരക്കാരൻ്റെ ഓവയാണ് കറക്റ്റ്. അതുപോലെ ആൻമോളുടെ ചേട്ടനാണ് ജോസ്. പ്രത്യേകിച്ച് ഓർമ്മിക്കാനുള്ളത്, നിങ്ങൾ ഈ ഒരു വർഷം എനിക്കറിയാം നന്നായിട്ട് ഒത്തിരി നിങ്ങൾ അടുത്ത ഈ ഒരു കൊല്ലം നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ട് ചില പിള്ളേരൊക്കെ ഇഷ്ടം പോലെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു രീതിയിലൊക്കെ വന്നിട്ട് ഇച്ചിരി പിണക്കവും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതെല്ലാം തീർത്തിട്ടൊക്കെയാണ് വാഹനങ്ങൾ നടത്തുന്നത്. അപ്പം അത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇവിടെ വിവാഹത്തിലായിരിക്കുന്ന എല്ലാവരെയും സാക്ഷി തന്നെ പപ്പയുടെയും മമ്മിയുടെയും ഒക്കെ ജീവിതം നിങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന വിവാഹിതരായിട്ടുള്ള ഒത്തിരി ദമ്പതിമാരുണ്ട്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ അടുത്ത സ്റ്റെപ്പാണ് വെക്കാൻ പോകുന്നത്. അത് ഇന്നും നാളെ നടക്കും. ഇന്നും നാളെയൊക്കെ വളരെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ദൈവം അനുവദിച്ചാൽ 3, 4, 5, 6 മാസം ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരും. അടഞ്ഞ ജോലി ആയിരിക്കില്ല, ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കാം. 100% അങ്ങനെ ആവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നന്മകളുടെ പൊരുത്തങ്ങളായി മാറ്റുന്നതാണ് വിവാഹത്തിന്റെ വിജയം. അതുകൊണ്ട് ഈ അൾത്താരയുടെ മുമ്പിൽ വരുമ്പോൾ 2 പേരും നല്ല വിദ്യാഭ്യാസമുള്ളവര് ഒത്തിരി വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്തൊക്കെയാണ് നമ്മുടെ താല്പര്യങ്ങളെന്ന് മാംസത്തിന്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയും എന്ന് ആദം വിളിച്ച ആദ്യത്തെ പ്രേമകാവ്യമൊക്കെ പറഞ്ഞ് ഒത്തിരി ഉന്മത്തനായിരിക്കുന്ന നിമിഷം തമ്പുരാന്റെ മുമ്പിൽ കാട് പിടിച്ചില്ല. തമ്പുരാൻ കൊടുത്തതാണോ, അവർക്ക് കുറവ് പറ്റിയോ, വീഴ്ച പറ്റിയോ, സാരമായ ജീവിതമാണ് വിവാഹത്തിന്റെ ഏറ്റവും വലിയ മാതൃക. അതുപോലെ ഈശോയുടെ അടയാളമായി തന്റെ നിശ്ചയായത്തിന്റെ അടയാളമായി തന്നതാണ് എന്നുള്ള ബോധത്തോടെ ദൈവം നന്മ മാത്രമേ ഉള്ളൂ. ദൈവം പൂർണ്ണതയാണ്. ദൈവത്തിന് എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ദൈവം ആ പൂർണ്ണമായ തെരഞ്ഞെടുപ്പ് തന്നതെന്നുള്ള ബോധ്യത്തോടെ ഈ അൾത്താരയിൽ നിങ്ങൾ പരസ്പരം സമ്മതം മൂളി നിങ്ങൾക്ക് കൈയേൽക്കാം. പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരണം. ഇത് അക്ഷരശ പാലിക്കും. ബൈബിൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. അപ്പനും അമ്മയും മുമ്പിൽ ഇതുപോലെ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ജീവിതം തന്ന് നിങ്ങൾ ഈ ലോകത്തിലേക്ക് പറന്നു വീഴാൻ അനുവദിച്ച് നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം തന്ന് നിങ്ങളുടെ ജീവിതം സ്വപ്നതുല്യമായി മാറണമെന്ന് ആഗ്രഹിച്ച് ത്യാഗങ്ങൾ സഹിച്ച നിങ്ങളുടെ 2 പേരുടെയും മാതാപിതാക്കൾ ഇനി മാത്രമല്ല ജോലി കൂടി ഉണ്ടാവും. മനോഹരമായി ഈശോ പറഞ്ഞിരിക്കുന്ന വാചകമുണ്ട്. ആദ്യം ലഭിക്കാതെ ആർക്കും വിവാഹ ജീവിതം നയിക്കാൻ സാധിക്കില്ലെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കണം. ദൈവകൃപ നിലകൊള്ളാൻ ദൈവം കൃപ തരുന്ന ഈ അവസരത്തിൽ ഈ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണം. ഈ അടുത്ത നാളിൽ എന്റെ പള്ളിയിൽ ആദിലാബാദ് ബിഷപ്പ് പ്രിൻസ് കൊച്ചു പിതാവ് ചെറിയ ഇതിന്റെ കണക്ക് എത്രത്തോളം നമ്മുടെ കണക്കുമായിട്ട് വ്യത്യസ്തമാണെന്ന്
ഈ ഒന്നെന്ന് പറയുന്നത് പോലെ ഒന്നും കൂടിയാൽ രണ്ടാണ് നമ്മുടെ കണക്കിൽ. പക്ഷേ തമ്പുരാൻ പറഞ്ഞു ഒന്നാവുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് കൃത്യമായി ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പറയുന്ന ആ വീഞ്ഞ് അല്ലെ, വീഞ്ഞ് അവസാനം വരെ നിങ്ങളുടെ ഈ നല്ല രീതിയിൽ കാത്തു സൂക്ഷിച്ചല്ലോ എന്ന് നവവരനോട് പറയുന്ന ഭാഗം ഓർത്തോടെ എപ്പോഴും ഇന്ന് നിങ്ങൾ ഈ കഴിഞ്ഞ